കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് വാളകത്തുള്ള മേഴ്സി ഹോസ്പിറ്റലാണ്. ഇവിടെയാണ് ഒരാൾ ചികിത്സാ പിഴവ് മൂലം മരണപ്പെട്ടത്. അദ്ദേഹം മരണപ്പെട്ടതിനെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ BJP-യുടെ അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധ സമരം ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നു. ഈ സമര പരിപാടി അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് അറിയാം. ഇന്ന് ഈ മേഴ്സി ഹോസ്പിറ്റലിലേക്ക് ഇത്തരത്തിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാനുണ്ടായ കാരണം, ശാരീരികമായിട്ട് ഒരു പനിയുടെ ലക്ഷണം വന്നു. അദ്ദേഹത്തിന്റെ വീട്ടുകാരെ ഈ ഹോസ്പിറ്റലിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നു. ഇവിടുത്തെ ഡോക്ടർ, ഇവിടുത്തെ ആശുപത്രി ജീവനക്കാരെല്ലാം അദ്ദേഹത്തെ ഇവിടെ അഡ്മിറ്റ് ചെയ്യുകയും അദ്ദേഹത്തിന് ചെറിയ ഒരു പനിയുടെ ലക്ഷണത്തിൽ ഇവിടെ കൊണ്ടുവന്നപ്പോൾ നടന്ന് എല്ലാവരോടും സംസാരിച്ച് വളരെ അവരാരോഗ്യപരമായ രീതിയിൽ തന്നെയാണ് വന്നത്, ചെറിയൊരു പനിയുടെ ലക്ഷണമാണെങ്കിൽ പോലും. പക്ഷേ പിന്നീടുള്ള ഓരോ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ നില വളരെയധികം വഷളായിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ വേണ്ടപ്പെട്ടവരും അദ്ദേഹത്തിന്റെ മകനുമൊക്കെ അതിനെപ്പറ്റി തിരക്കിയപ്പോൾ അദ്ദേഹത്തിന് ഇല്ലാത്ത രോഗം ഉണ്ട് എന്ന് സ്ഥാപിച്ചെടുത്തുകൊണ്ട് അതിനുവേണ്ടിയുള്ള മരുന്നുകൾ കുത്തിവെക്കുകയാണ് ഡോക്ടർമാർ ചെയ്തത്. അപ്പോൾ അത് നിങ്ങളൊരു യാതൊരുവിധമായ ടെസ്റ്റിന്റെയോ സംവിധാനങ്ങളുടെ തെളിവുകളോ ഒന്നും ചെയ്യാതെ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഇവിടുത്തെ ഡോക്ടർ, എനിക്ക് തോന്നുന്നത് ടുമാൻ എന്നാണോ അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം പറയുകയാണ്, യാതൊരുവിധമായ ശാസ്ത്രീയമായ വിശകലനത്തിന്റെയും ലാബ് റിപ്പോർട്ടുകളുടെയും ഒന്നും അടിസ്ഥാനമില്ലാതെ തന്നെ പറയുന്നു അത് ഇന്നൊരു അസുഖമുണ്ട്, അതുകൊണ്ട് ഇതുവരെ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ അദ്ദേഹത്തിന് ഈ മരുന്ന് കൊടുക്കുകയാണെന്ന് പറയുന്നു. സാധാരണ ഒരു പിതാവിനെ ആശുപത്രിയിൽ കൊണ്ടിടുമ്പോൾ അദ്ദേഹത്തിന്റെ ആ മക്കൾ അല്ലെങ്കിൽ ആശ്രിതർക്കുണ്ടാകുന്ന ഒരു ആശങ്ക പോലെ അവരും അതിനെ ഉൾക്കൊണ്ടു. പക്ഷെ പിന്നീട് ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ നില വഷളാവുകയും ഒരു ദിവസം റൂമിലേക്ക് കടന്നു വന്ന ഡോക്ടർ മദ്യവെച്ചുകൊണ്ട് കടന്നു വരികയും ഈ നമ്മുടെ സുരേന്ദ്രൻ ചേട്ടനെ അവശ്യനിലയിൽ കിടക്കുന്ന അദ്ദേഹത്തിനെ എന്താണ് ഇങ്ങനെ കിടക്കുന്നത് എന്നുള്ള രീതിയിൽ അദ്ദേഹം വളരെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് മകൻ പിന്നീട് നമ്മളോട് പറഞ്ഞു. മാത്രമല്ല, അദ്ദേഹം അവിടെ വെച്ച് ആ രോഗിയായ അദ്ദേഹത്തിന് മുന്നിൽ വെച്ച് സ്മോക്ക് ചെയ്യുകയും അദ്ദേഹത്തെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തു. പിന്നീട് അദ്ദേഹം വേണ്ടപ്പെട്ട ആളുകളുമായി സംസാരിച്ചു. നമ്മുടെ ഉമേഷണ്ണൻ അദ്ദേഹം പെട്ടെന്ന് ഇവിടെ വരികയും പിന്നെ വീട്ടുകാരുമായി സംസാരിച്ച് മറ്റു ഡോക്ടറുമായി സംസാരിച്ച് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. കേസുകളും കാര്യങ്ങളും ഒക്കെ അതിന്റെ പിന്നാലെ നടന്നുവെങ്കിലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് അതിന് വീഴ്ചയാണ് വരുത്തിയിട്ടുള്ളത്. അവർ യാതൊരുവിധമായ അന്വേഷണം നടത്തിയിട്ടില്ല. ഇല്ലാത്ത ഹോസ്പിറ്റലിന്റെ സംരക്ഷണം മാത്രമാണ് അവർ മുൻതൂക്കമായി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിൽ വളരെ വീഴ്ച വന്ന ഒരാളുടെ ജീവൻ എടുക്കുകയും നമുക്കറിയാം, പിന്നീട് ഹോസ്പിറ്റലിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. ആ അവസ്ഥയിൽ നമ്മൾ പിന്നീട് ഹോസ്പിറ്റൽ അധികൃതരുമായിട്ടും പോലീസുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് അതിൽ പ്രത്യേകിച്ച് ഒന്നും പറയുവാനില്ല, ഒരു ഉദാസീനമായ മറുപടികൾ മാത്രമായിരുന്നു. അപ്പൊ ആയതിനു പ്രകാരമാണ് ഇനിയൊരിക്കലും നമ്മുടെ സാധാരണക്കാരായ ആളുകൾ ആശ്രയിക്കുന്ന ഈ മേഴ്സി ഹോസ്പിറ്റൽ പോലെയുള്ള ഈ ഒരു ഹോസ്പിറ്റല് ഇത്തരത്തിലുള്ളൊരു ദ്രോഹപരമായ പരിപാടികളുമായി അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു അബദ്ധങ്ങൾ പറ്റരുത് എന്നുള്ളത് കൊണ്ട് ആ വീട്ടുകാർക്ക് പ്രത്യേകം അവര് പറഞ്ഞു, ഞങ്ങൾക്ക് സംഭവിച്ചതൊക്കെ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാനേ പറ്റൂ, പക്ഷെ ഇനി ഒരിക്കലും ഒരാൾക്ക് പോലും, ഒരു സാധാരണക്കാരന് പോലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്നുള്ള ഒരു വലിയ വിശ്വാസത്തിന്റെ പുറത്താണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഈ മേഴ്സി ഹോസ്പിറ്റലിലേക്ക് ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് നടത്തുന്നത്.
അതുകൊണ്ട് ഈ പ്രതിഷേധ മാർച്ചിന് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഈ പരിപാടിയുടെ ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് നമ്മളോട് സംസാരിക്കുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ മുൻ ജില്ലാ പ്രസിഡന്റ് ഗോപിച്ചേട്ടനാണ്. നമ്മുടെ ഈ പാർട്ടിയുടെ നമ്മുടെ ഈ പരിപാടി പ്രതിഷേധ മാർച്ചിന്റെ അധ്യക്ഷനായിട്ട് നമ്മുടെ കൊട്ടാരക്കര മണ്ഡലത്തിന്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ അനീഷ് കിഴക്കേങ്കര അദ്ദേഹമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഈ പ്രതിഷേധ മാർച്ചിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹ ആശംസകളോടുകൂടി അദ്ദേഹത്തെ ഇതിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് നമ്മളോട് സംസാരിക്കുവാൻ എത്തിയിട്ടുള്ളത് മുൻ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന കൗൺസിൽ അംഗവുമായ ഗോപിച്ചേട്ടനാണ്. ഗോപിച്ചേട്ടനെ ഏറെ ആദരവോടുകൂടി ഈ പ്രതിഷേധ മാർച്ചിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. പാർട്ടിയുടെ മുൻ അഞ്ചൽ മണ്ഡലം പ്രസിഡന്റും സംസ്ഥാന കൗൺസിൽ അംഗവുമായ IS സുമേഷ് ബാബു അവർകളുണ്ട്. അദ്ദേഹത്തെയും ഏറെ ആദരവോടെ ഈ പ്രതിഷേധ മാർച്ചിലേക്ക് സ്വാഗതം ചെയ്തു. പാർട്ടിയുടെ SC മോർച്ച മുൻ ജില്ലാ പ്രസിഡന്റ് ശ്രീ ബബിൽ ദേവ് അവർകളുണ്ട്. അദ്ദേഹത്തെയും ഏറെ ആദരവോടുകൂടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റുമാര്, മറ്റ് മണ്ഡലങ്ങളിൽ നിന്നുള്ള മണ്ഡലം പ്രസിഡന്റുമാര്, ജനറൽ സെക്രട്ടറിമാര്, പാർട്ടിയുടെ പഞ്ചായത്തിന്റെ മറ്റ് പരിവാർ മോർച്ചകളുടെ എല്ലാ ആരെയും പേരെടുത്ത് പറയുവാൻ ഈ സമയം ഇല്ല, ജില്ലാ സമിതി അംഗങ്ങൾ എല്ലാവരെയും, പാർട്ടിയുടെ ബൂത്ത് തല പ്രവർത്തകരെ എല്ലാവരെയും ഈ പ്രതിഷേധ മാർച്ചിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ കർത്തവ്യത്തിൽ നിന്നൊഴിയുന്നു. നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊട്ടാരക്കര അഞ്ചൽ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇവിടെ വാളകം മേഴ്സി ഹോസ്പിറ്റലിലേക്ക് നടന്നിട്ടുള്ള മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള പാർട്ടിയുടെ മുതിർന്ന നേതാവ്, മുൻ കൊല്ലം ജില്ലാ അധ്യക്ഷൻ, പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള ശ്രീ G. ഗോപിനാഥ് അവർകൾ, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ഷാലു കുളക്കട, പാർട്ടിയുടെ അഞ്ചൽ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഗിരീഷ് അവർകൾ, മുൻ അഞ്ചൽ മണ്ഡലം അധ്യക്ഷൻ സംസ്ഥാന കൗൺസിൽ അംഗമായിട്ടുള്ള ശ്രീ ഉമേഷ് ബാബു അവർകൾ, പാർട്ടിയുടെ അഞ്ചൽ മണ്ഡലം ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള വൈക്കൽ വിജയൻ ബാലേന്ദ്രൻ ചേട്ടൻ, കൊട്ടാരക്കര മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള B. സുജിത്ത്, പ്രസാദ് പള്ളിക്കൽ, പാർട്ടിയുടെയും മോർച്ചകളുടെയും മുതിർന്ന നേതാക്കന്മാരെ, പ്രവർത്തകരെ, പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ, മാധ്യമപ്രവർത്തകർ, പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊട്ടാരക്കര അഞ്ചൽ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വാളകം മേഴ്സി ഹോസ്പിറ്റലിലോട്ട് ഒരു മാർച്ച് ചെയ്തതിന്റെ ഉദ്ദേശം വളരെ വ്യക്തമായി സ്വാഗത പ്രാസംഗികൻ ശ്രീ ഗിരീഷ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ജീവൻ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുള്ള ആശുപത്രിയും ഡോക്ടർമാരും ജനങ്ങളുടെ ജീവൻ എടുക്കുന്ന സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത്. നമുക്കറിയാം, സാധാരണ ഒരു രോഗവുമായി, ഒരു പനിയുമായി എത്തിയിട്ട് മരണത്തിന് കീഴടങ്ങേണ്ട ഒരു ദൗർഭാഗ്യകരമായ സാഹചര്യമാണ് നമുക്കുണ്ടായിട്ടുള്ളത്. ഇവിടെ പൊടിയാട്ടുവിള പാറയ്ക്കൽ ഭവനത്തിൽ ശ്രീ സുരേന്ദ്രൻ, പഴയ മുതിർന്നകാലം നമ്മുടെ പ്രവർത്തകനായിട്ടുള്ള ശ്രീ സുരേന്ദ്ര ചേട്ടനാണ് ആ തരത്തിൽ ആശുപത്രിയുടെ അനാസ്ഥ കാരണം, ഒരു ഡോക്ടറിന്റെ ചികിത്സാ പിഴവ് കാരണം മരണത്തിന് കീഴടങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഇത് വെച്ച് കൊടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറല്ല. നമുക്കറിയാം, കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം ലഹരിക്ക് അടിമപ്പെട്ട് ഉള്ള അക്രമികൾ നമുക്ക് സ്വൈര്യമായി ഇറങ്ങി റോഡിൽ പോയി നടക്കാൻ പറ്റുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പൊ അതിനെയൊക്കെ ഇല്ലാതാക്കേണ്ട, അല്ലെ അങ്ങനെ അടിമപ്പെട്ടവരെ പോലും ചികിത്സിച്ച് മാറ്റി നല്ലൊരു ജനതയെ വാർത്തെടുക്കാൻ ശ്രമിക്കേണ്ട ഡോക്ടർമാർ, അതായത് നമ്മൾ പറയും ദൈവത്തിന്റെ വരദാനം കിട്ടിയ ദൈവമാണ് ജീവൻ രക്ഷിക്കാനും ജീവൻ എടുക്കാനൊക്കെ അധികാരമുള്ളത്. അപ്പൊ ആ ദൈവത്തിന്റെ ജോലി ചെയ്യുന്ന ഈ ഡോക്ടർമാർ മദ്യപിച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ച് ആശുപത്രിയിൽ അഴിഞ്ഞാടുന്നത്, ഇവിടെ എല്ലാവരും അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ വരെ നിരവധി പരാതികൾ നൽകിയിട്ടും ഒരു ചെറുവിരൽ അനക്കുവാൻ, ഒരു കേസെടുക്കുവാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കണം. ആര് സംരക്ഷിച്ചാലും ഭാരതീയ ജനതാ പാർട്ടി ഈ തരത്തിലുള്ള ജനദ്രോഹ നടപടികൾ വെച്ച് ഉറപ്പിക്കാൻ തയ്യാറല്ല. അതിനെക്കുറിച്ചൊക്കെ ആധികാരികമായി ഗോപിച്ചേട്ടനും ഉമേഷ് ബാബു ചേട്ടനും ഒക്കെ സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് ഈ പ്രതിഷേധ സമരം, കാരണം അടിയന്തരമായി ഈ കുറ്റവാളികളായിട്ടുള്ള ഡോക്ടർമാർക്കെതിരെയും ആശുപത്രി അധികൃതർക്കെതിരെയും നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരം, ഇതൊരു തുടക്കം മാത്രമാണ്, ഇത് ആദ്യഘട്ട സമരമാണ്. ശക്തമായ നടപടി സ്വീകരിക്കുന്നതുവരെ പ്രക്ഷോഭം നടത്തുമെന്ന്
പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പാർട്ടിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള ഏറെ ബഹുമാനായിട്ടുള്ള പാർട്ടിയുടെ മുൻ കൊല്ലം ജില്ലാ അധ്യക്ഷനും പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗവുമായിട്ടുള്ള ശ്രീ ജി ഗോപിനാഥ് അവരെ ക്ഷണിക്കുന്നു. ഈ സമരപരിപാടികളുടെ ഓടനുബന്ധിച്ച് നടക്കുന്ന പ്രതിഷേധ മാർച്ചില് അധ്യക്ഷത വഹിക്കുന്ന ശ്രീ അനീഷ്, ഈ സമരപരിപാടിയിൽ പങ്കെടുക്കുന്ന പാർട്ടിയുടെ വ്യത്യസ്ത ചുമതലകൾ വഹിക്കുന്ന മുതിർന്ന നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, പ്രിയമുള്ള നാട്ടുകാരെ, ഏറെ ദുഃഖത്തോടും വിഷമത്തോടും കൂടിയാണ് സ്വാഗത പ്രാസംഗികനും അധ്യക്ഷന്റെ ഉപക്രമത്തിലുമൊക്കെ സൂചിപ്പിച്ചിട്ടുള്ള ആ ദാരുണ സംഭവം. രാജ്യത്ത് നമ്മുടെ സംസ്ഥാനം എല്ലാ രംഗത്തും ഒന്നാം സ്ഥാനത്താണെന്ന് അവകാശപ്പെടുമ്പോൾ, ആ അവകാശവാദം ഉന്നയിച്ച് എല്ലാ തെരുവുകളിലും നടന്ന് പ്രസംഗങ്ങൾ നടത്തുമ്പോൾ, നമ്മുടെ സംസ്ഥാനം ദുരന്തങ്ങളുടെ ഭൂമിയായി മാറുമ്പോൾ, ആ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങി അനുഭവിക്കേണ്ടി വരുന്ന ജനങ്ങളുടെ അവസ്ഥ, ഈ ദുരന്തങ്ങൾക്ക് പരിഹാരം കാണേണ്ട ഭരണകൂടം, ആ ഭരണകൂടം ഇത്തരം കാര്യങ്ങളിൽ പ്രത്യേകിച്ചും ആരോഗ്യ രംഗത്ത് ഒക്കെ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലുകളോ ബന്ധങ്ങളോ നടത്താത്തതിന്റെ പരിണത ഫലമാണ് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ ജില്ലകളിലുമൊക്കെ പെട്ടിക്കടകൾ പോലെയാണ് ആശുപത്രികൾ ഉയരുന്നത്. ഈ ആശുപത്രികളിലൊക്കെ ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഡോക്ടർമാരായി വരുന്നവർ, അവരെ ഇനിയിപ്പോ പ്രത്യേകം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ക്രിമിനലുകളാണോ അതോ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിട്ടുള്ളവരാണോ? കാരണം ഇവിടെ സൂചിപ്പിച്ച ഈ രോഗിയോട് കാണിച്ച ക്രൂരത, അദ്ദേഹത്തിന്റെ യഥാർത്ഥ അസുഖം എന്താണെന്ന് പോലും അറിയാതുള്ള നടത്തിയ ചികിത്സ, അറിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ടിബിയുടെ അസുഖമാണെന്ന് പറഞ്ഞ് മറ്റ് ചികിത്സകൾ കൊടുക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മദ്യപിച്ചിട്ട് വന്ന രോഗി കിടക്കുന്നിടത്ത് തിരിച്ചിടുകയും നടുവിനടിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ ഇത് ഡോക്ടറാണോ, അല്ലെങ്കിൽ ഡോക്ടർക്ക് മാനസികോപരാന്തി സംഭവിച്ചോ എന്നൊക്കെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ഈ സമരത്തിന് ആസ്പദമായിട്ടുള്ള സംഭവങ്ങൾ നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ അറിവ് ഡിവൈഎസ്പിക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചും ഈ ഡോക്ടർമാരെ സംബന്ധിച്ചും ഒക്കെ പരാതികൾ നൽകിയണക്കെ പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധമായ അന്വേഷണം ഉണ്ടായിട്ടില്ല. ഹോസ്പിറ്റലിൽ ഇപ്പൊ ഏറ്റവും ഒടുവിൽ അറിഞ്ഞത് ആ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തു എന്ന് കേൾക്കുന്നു. ഈ ഡോക്ടറെ എന്തിനാണ് സസ്പെൻഡ് ചെയ്തത്? ഡോക്ടർ ശുദ്ധനാണെങ്കിൽ ശരിയായ പാതയിലൂടെയാണ് അദ്ദേഹം ചികിത്സ നടത്തിയതെങ്കിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? അപ്പൊ അവിടെ തന്നെ എന്താണ് കാരണം, കുഴപ്പം എന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ പോലീസിന്റെ ഭാഗത്താണ് ഇപ്പോ ദുർബലത. എന്തിനാണ് പോലീസ് ഇവരെയൊക്കെ സംരക്ഷിക്കുന്നത്? ഇന്നലത്തെ പത്രത്തിൽ ഒരു ന്യൂസ് നമ്മൾ കണ്ടു, ഞാൻ അത്ഭുതപ്പെട്ടു. ഒരു ബാഗില് കൊല്ലത്തൊരു സെമിത്തേരിയുടെ പരിസരത്ത് ഒരു മനുഷ്യന്റെ അസ്ഥി കൂടെ കണ്ടതായിട്ട് ഇന്ന് പത്രത്തിലേക്ക് കണ്ട ന്യൂസ്. കേരളത്തിൽ എല്ലാ ഭാഗത്തും ഇതേപോലെ നമ്മുടെ ജനങ്ങൾ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. ആരോഗ്യ രംഗത്ത് നമ്മൾ വളരെ മുന്നിലാണെന്ന് അവകാശപ്പെടുമ്പോൾ ഈ അവകാശപ്പെടുന്നവരാരും കൊണ്ടൊന്നുള്ള വികസനങ്ങളല്ല ആരോഗ്യ രംഗത്തുള്ളത്. രാജഭരണ കാലം മുതൽ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ടുള്ള മാറ്റത്തിന്റെ ഭാഗമാണ്. അതിന്റെ തെളിവാണ് തിരുവനന്തപുരത്ത് നമ്മൾ കാണുന്ന ഇന്നത്തെ മെഡിക്കൽ കോളേജുകളും അതേപോലുള്ള ചികിത്സാ കേന്ദ്രങ്ങളൊക്കെ അക്കാലം മുതൽ തുടങ്ങിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. അപ്പൊ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും മെഡിക്കൽ രംഗത്തുണ്ടായിട്ടിരിക്കുന്ന മാറ്റങ്ങൾ ഏതാണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. അതിനെയൊക്കെ ഇന്ന് പുരോഗമനത്തിന്റെ അപ്പോസ്തലന്മാർ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന പരിവർത്തനങ്ങളാണെന്ന് പറയുമ്പോൾ ആ കൊണ്ടുവന്നിട്ടുള്ള പരിവർത്തനങ്ങൾ എന്താണെന്ന് നമ്മുടെ ജനങ്ങൾ ഇന്ന് ദൈനംദിനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളിലും യഥാർത്ഥ ഡോക്ടർമാർ, സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടർമാരല്ല ചികിത്സകൾ നടത്തുന്നത്. ഇവിടെയും സംഭവിച്ചത് അതാണ്.
അതേപോലെ നിസ്സാരങ്ങളായിട്ടുള്ള അസുഖങ്ങളിൽ ചെല്ലുന്ന സമയത്ത് കൂടെ ചെല്ലുന്നവരെ ഭയപ്പെടുത്തിക്കൊണ്ട് മാരകമായ അസുഖങ്ങളാണെന്ന് വരുത്തിയിട്ട് അവരെ ICUയിലും കുറച്ച് സീരിയസ് ആയിട്ടുള്ളതാണെങ്കിൽ വെന്റിലേറ്ററും ഒക്കെ ഇട്ട്, എന്തിനേറെ മരിച്ചു എന്ന് ഉറപ്പുള്ള രോഗികളെ പോലും വെന്റിലേറ്ററിലിട്ട് ദിവസങ്ങളിലിട്ട് പൈസ വാങ്ങുന്ന ഒരു ബിസിനസ് സ്ഥാപനങ്ങളായിട്ട് ആതുര സേവന രംഗത്തെ ഹോസ്പിറ്റലുകളെ മാറ്റിയെടുക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ സംസ്ഥാനത്തുണ്ട്, നമ്മുടെ പ്രദേശങ്ങളിലുമുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ ശരിയായ ദിശയിൽ ഈ മെഡിക്കൽ രംഗത്തുണ്ടാകുന്ന മറ്റേത് വിഭാഗത്തിനെക്കാട്ടിലും വേറെ ഏത് വകുപ്പിനേക്കാളിലും മെഡിക്കൽ രംഗം സംശുദ്ധമാക്കേണ്ട ബാധ്യത, നേരായ വഴിക്ക് നയിക്കേണ്ട ബാധ്യത ഇവിടുത്തെ ഗവൺമെന്റിനും ആരോഗ്യ മേഖലയ്ക്കുമുണ്ട്. ആ ദൗത്യം നിറവേറ്റുന്നതിൽ നമ്മുടെ ഗവൺമെന്റും ഇന്നത്തെ ആരോഗ്യ വകുപ്പും ഒക്കെ പരാജയപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഈ രംഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ക്രിമിനൽ അതേപോലെ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആളുകളുടെ പേരിൽ നടപടികൾ എടുക്കുന്നതിന് വേണ്ടിയുള്ള ആഭ്യന്തര വകുപ്പിന്റെ കഴിവില്ലായ്മയും അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ നിഷ്ക്രിയത്വവും ഒക്കെ ഈ കാര്യങ്ങളിലൊക്കെ വളരെ പ്രകടമായിട്ടുണ്ട്. ഈ അവസ്ഥ ഭാവിയിൽ ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചു. ഇപ്പൊ കേരളം മൊത്തം ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മുടെ യുവതലമുറ, പുതിയ തലമുറ മുഴുവൻ മയക്കുമരുന്നിനും അതേപോലുള്ള മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളുടെ പിടിയിലായി കഴിഞ്ഞിരിക്കുന്നു. ഭാവി തലമുറ എവിടെ എത്തും എന്നുള്ള ആശങ്കയിലാണ് ഇന്ന് കേരളം. അപ്പൊ നമ്മുടെ ഭാവി തലമുറ ദുരിതത്തിലേക്കും ദുരന്തത്തിലേക്കും നീങ്ങുമ്പോൾ നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് ചികിത്സാ സഹായങ്ങൾ കിട്ടുന്ന സ്ഥലങ്ങള്, ആ സ്ഥലങ്ങള് എന്താണ് ഒരു ഹോസ്പിറ്റല് അപ്രൂവൽ കിട്ടുന്ന സമയത്ത് അവര് ആരോഗ്യ വകുപ്പിനും മറ്റുമൊക്കെ കൊടുക്കുന്ന ആപ്ലിക്കേഷനിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്? ആ പറയുന്നതും പിൽക്കാലത്ത് പിന്നെ അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് എന്താണ് ബന്ധം? അപ്പോ ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് ധാർഷ്ട്യവും ധിക്കാരവും ഒക്കെ കാണാനാണോ രോഗികളും നാട്ടുകാരും വരേണ്ടത്? അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുളയിലേക്കുള്ളാൻ ഭരണകൂടവും ആരോഗ്യ വകുപ്പും പോലീസും തയ്യാറാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ നടന്ന ഈ ദാരുണ സംഭവത്തിന് ആരൊക്കെയാണോ അതിന്റെ പങ്കാളികളായിട്ടുള്ളത് അവരുടെ പേരിൽ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകണം. അല്ലാത്ത പക്ഷം BJP അതിന്റെ സമരഗതിയും രൂപവും ഒക്കെ മാറ്റിക്കൊണ്ട് വീണ്ടും ഇവിടേക്കും മറ്റു പല സ്ഥലങ്ങളിലേക്കും പോകേണ്ടി വരും എന്ന് മാത്രം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സമരപരിപാടി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അദ്ദേഹത്തിനുണ്ടായ ദാരുണമായ മരണത്തിന് ഉത്തരവാദിയായ ഡോക്ടറെ അറസ്റ്റ് ചെയ്യുക, ചികിത്സാ പിഴവ് വരുത്തുകയും തങ്ങളുടെ ശരിയായ കൃത്യം ചെയ്യാതിരിക്കുകയും ചെയ്ത മെഴ്സി ഹോസ്പിറ്റൽ അടച്ചുപൂട്ടുക എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് BJP പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ഇവിടെ പലരായി വിശദീകരിച്ചു കഴിഞ്ഞു നടന്ന സംഭവത്തെ സംബന്ധിച്ച്. പ്രധാനമായിട്ടും രോഗിയുടെ ബന്ധുക്കളെന്ന നിലയിലും നാട്ടുകാരെന്ന നിലയിലും ഉയർന്നു വന്നിട്ടുള്ള പരാതികൾ, ഒന്ന്, രോഗിയെ ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന രോഗങ്ങൾക്ക് അദ്ദേഹം കഴിച്ചുകൊണ്ടിരുന്ന മരുന്ന് യാതൊരു പരിശോധനയും കൂടാതെ നിർത്തലാക്കുകയാണ് ഡോക്ടർ ടുമാൻ കൃഷ്ണൻ ചെയ്തത്. അതിനുശേഷം ഗുരുതരമായ മറ്റൊരു രോഗം ആരോപിച്ചുകൊണ്ട് TB ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പരിശോധന കൂടാതെ തന്നെ നിർണയം നടത്തിക്കൊണ്ട് TBയുടെ ഹൈ ഡോസിലുള്ള മരുന്ന് കൊടുത്ത് അദ്ദേഹത്തെ അവശ്യ നിലയിലാക്കി. ശരിയായ മരുന്ന് കഴിക്കുന്നതിൽ തടസ്സപ്പെടുത്തുകയും ശരിയായ രോഗനിർണയം നടത്താതെ തെറ്റായ രോഗനിർണയത്തിലൂടെ അദ്ദേഹത്തിന് ആവശ്യമില്ലാത്ത, അദ്ദേഹത്തിന്റെ ശരീരത്തിന് ഹാനികരമാകുന്ന, അദ്ദേഹത്തിന്റെ മരണത്തിന് പോലും കാരണമാകുന്ന മരുന്ന് നൽകുകയും ചെയ്ത വളരെ ഗുരുതരമായ കൃത്യവിലോപമാണ് ഡോക്ടർ ടുമാൻ കൃഷ്ണൻ നടത്തിയത്. പിന്നീട് രോഗിയെ സുരേന്ദ്രൻ ചേട്ടനെ ഇവിടുന്ന് കൊണ്ടുപോകേണ്ട സാഹചര്യത്തെ സംബന്ധിച്ച് ഇവിടെ പലരും സൂചിപ്പിച്ചു. ഒടുവിൽ അവരുടെ ബന്ധുക്കൾ മനസ്സിലാക്കുകയാണ് മദ്യപാനിയായ, ഉത്തരവാദിത്വമില്ലാത്ത, ഒരു ക്രൂരനായ സാമ്പത്തിക ലാഭം മാത്രം നോക്കി പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടറാണ് തങ്ങളുടെ ആ അച്ഛനെ ചികിത്സിക്കുന്ന അവരുടെ മക്കൾ മനസ്സിലാക്കുകയാണ്. കഴിഞ്ഞ ശിവരാത്രി ദിവസം 26-ാം തീയതി മദ്യവെച്ച് തന്റെ സഹായികളായ നാട്ടിൻപുറത്തെ കുറച്ച് ചട്ടമ്പികളെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വന്ന ടുമാൻ കൃഷ്ണൻ രോഗിയെ ബലം പ്രയോഗിച്ച് എഴുന്നേൽപ്പിച്ച് നിൽക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം ബോധശയ്യയിൽ കിടക്കുകയാണ്, ബോധരഹിതനായി മരണശയ്യയിൽ കിടക്കുകയാണ്. ആ രോഗിയെ ബലം പ്രയോഗിച്ച് എഴുന്നേൽപ്പിച്ച് നിൽക്കാൻ ശ്രമിച്ചു.
അദ്ദേഹത്തിന്റെ മുതുകത്ത് അടിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഉണർത്താൻ ശ്രമിക്കുന്നു. മൂക്കിൽ ട്യൂബ് വെച്ച് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്ന രോഗിയുടെ വായിലേക്ക് മറ്റാഹാര സാധനങ്ങൾ തിരികെ കയറ്റാൻ ശ്രമിക്കുന്നു. നഴ്സന്മാരെയും ഹോസ്പിറ്റൽ ജീവനക്കാരെയും അസഭ്യം പറയുന്നു. ഒടുവിൽ അദ്ദേഹം പറഞ്ഞ ഏറ്റവും നിന്ദ്യമായ ഒരു കാര്യം, ആർക്കും സഹിക്കാൻ വയ്യാത്തൊരു കാര്യം തുമാൻ കൃഷ്ണൻ രോഗിയുടെ മകനോട്, ശ്രീ അനിലിനോട് പറയുകയാണ്, നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഈ ഹോസ്പിറ്റലിന്റെ ഒരു ബാങ്കാണ്, ഒരു സ്വത്തായി മാറിയിരിക്കുകയാണ്. നിന്റെ അച്ഛനെ കൊണ്ട് ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ഞാനും ധാരാളം പണം ഉണ്ടാക്കും, ഞങ്ങളുടെ ഒരു ബാങ്കായി ആളെ കണക്കാക്കുകയാണ്. ഏറ്റവും നിന്ദ്യമായ ഒരു ഡോക്ടർ പറയാൻ പാടില്ലാത്ത കാര്യം മാത്രമല്ല, ഒരു മനുഷ്യൻ രോഗശൈലിയിൽ കിടക്കുന്ന, മരിക്കാനും കിടക്കുന്ന ഒരാളുടെ മക്കളോട് പറയുകയാണ്, ഈ രോഗി ഞങ്ങൾക്ക് പണമുണ്ടാക്കാനുള്ള യന്ത്രമാണെന്ന് പറയുന്ന നിന്ദ്യമായ നീചമായ പ്രവർത്തനമാണ് തുമാൻ കൃഷ്ണന്റെ ഭാഗത്തുണ്ടായത്. അദ്ദേഹത്തിന് ഡോക്ടർ എന്ന നിലയ്ക്ക് മാത്രമല്ല, ഒരു മനുഷ്യൻ എന്ന നിലയിൽ പോലും ധാർമ്മികത തൊട്ടു നീണ്ടാത്ത പ്രവർത്തനം അയാളുടെ ഭാഗത്തുണ്ടായി. അതിന്റെ ഉത്തരവാദിത്വം ശ്രീ സുരേന്ദ്രൻ എന്ന് പറയുന്ന മണിച്ചേട്ടന്റെ മരണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റവും ആത്യന്തികമായി തുമാൻ മാത്രമാണ്. അദ്ദേഹം മരിക്കത്തക്കവണ്ണം ഒരു ഗൗരവമായ രോഗം ഇവിടെ വരുന്ന സമയത്തില്ല. പക്ഷെ അദ്ദേഹത്തെ മരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തുമാൻ കൃഷ്ണൻ കൊണ്ടെത്തിച്ചെങ്കിൽ മരണത്തിന് ഉത്തരവാദിയാണ്. അദ്ദേഹത്തിനെതിരെ കൊലക്കുറ്റത്തിനാണ് കേസെടുക്കേണ്ടത്. മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വൃദ്ധയായിട്ടുള്ള അച്ഛനമ്മമാരെ മിനിമം ഇത്ര ബെഡ് ഉണ്ടെങ്കിൽ മാത്രമേ നഴ്സിംഗ് കൗൺസിലിന്റെ ഉൾപ്പെടെയുള്ള അംഗീകാരം ലഭിക്കൂ എന്ന സാഹചര്യത്തിൽ പല സ്ഥലത്ത് നിന്ന് എത്തിച്ച് ബെഡുകളുടെ എണ്ണം കൂട്ടി ഗവൺമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ച ഒരു ആശുപത്രിയിൽ നിന്ന് ഇതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നിരവധി ഡോക്ടർമാർക്കെതിരെയുള്ള ആക്രമണങ്ങൾക്കെതിരെ അതിശക്തമായിട്ട് കൊട്ടാരക്കര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന് ഡോക്ടർമാർ കാണിക്കുന്ന തെമ്മാടിത്തരത്തെ തുറന്നു കാണിക്കുവാനും സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു സമരം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ നാട്ടിലെ ജനങ്ങളോട് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയുവാനുള്ളത്, ഇങ്ങനെയുള്ള ആശുപത്രികളെ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മൾ നാട്ടുകാരാണ്. ഇത്തരത്തിലുള്ള ആശുപത്രികളിൽ ഇത്തരത്തിലുള്ള അനീതികൾ കണ്ടാൽ, പത്രങ്ങളിൽ ഇത്തരം വാർത്തകൾ കണ്ടാൽ, ഇത് നമ്മുടെ കുടുംബത്തിലെ കൂടി വാർത്തയാണ് എന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. അതിന്റെ പരിണിത ഫലമാണ് നമ്മുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ട ഏട്ടൻ നമുക്ക് നഷ്ടപ്പെട്ടത്. സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു ആശുപത്രിയിൽ നിന്നും പനിക്ക് ചികിത്സ നേടിയ ഒരു വ്യക്തിയിൽ നിന്നും 1,30,000 രൂപ ബില്ല് ഈടാക്കുകയും അദ്ദേഹത്തിന് ആ സമയത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ ആശുപത്രിയുടെ ഒരു കെട്ടിടം പണിയുവാനുള്ള പൈസ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് ഈടാക്കുവാനായിട്ട് അവർ പരിശ്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നേ. ഈ സമരം വിവിധ ആളുകൾ പറഞ്ഞതുപോലെ ഒരു സൂചന മാത്രമാണ്. ഭാരതീയ ജനതാ പാർട്ടി ഒറ്റക്കെട്ടായി തീരുമാനിച്ചാൽ ഈ മേഴ്സി ആശുപത്രി ഇനി ഇവിടെ പ്രവർത്തിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയാനുള്ള ശക്തി ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയെ കൊണ്ടെത്തിക്കുന്നതിന് മുൻപ് ഇന്ന് സസ്പെൻഷനായിരുന്ന ആ ഡോക്ടറെ ഇവിടെ നിന്നും ഡിസ്മിസ് ചെയ്തുകൊണ്ട് ഈ ആശുപത്രി ഇത്തരത്തിൽ ഏതെങ്കിലും വ്യാജന്മാരായിട്ടുള്ള, കള്ളന്മാരായിട്ടുള്ള, ക്രിമിനലുകളായിട്ടുള്ള ഡോക്ടർമാരും നേഴ്സും മറ്റ് ഉദ്യോഗസ്ഥരും ഉണ്ടെങ്കിൽ അവരെ പുറത്താക്കിക്കൊണ്ടൊരു ശുദ്ധികലശം ചെയ്താൽ നിങ്ങൾക്ക് ഈ ആശുപത്രി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് BJPയുടെ എല്ലാ സഹകരണവും ഉണ്ടാവും. അതല്ല, മറിച്ച് ഞങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട്, ഇവിടുത്തെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനാണ് തീരുമാനമെങ്കിൽ ഈ സമരം ഈ രീതിയിൽ അവസാനിക്കില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം. എനിക്കറിയാവുന്ന, ഞാൻ ഈ നാട്ടുകാരാണ്, ഞാൻ ഈ ആശുപത്രിയെ പറ്റി അപകീർത്തിപ്പെടുന്നതൊന്നും പറയുന്നില്ല, തൽക്കാലം പറയുന്നില്ല. നിരവധി പരാതികളാണ് നമ്മുടെയൊക്കെ അടുത്ത പൊതുപ്രവർത്തകരായ ആളുകളുടെ അടുത്ത് എത്തിയിരിക്കുന്നത്. ഇനിയെങ്കിലും ഈ ഒരു സമീപനം ഈ ആശുപത്രിയുടെ അധികൃതർ മാറ്റണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഞാൻ ഇവിടെ ദീർഘിപ്പിക്കുന്നില്ല.